മാമിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടില് 1000-ഓളം അടുത്ത് നിൽക്കുന്ന പുരുഷ ലിറിസിസ്റ്റുകളുണ്ട്. എന്നാൽ 100-ൽ താഴെ മാത്രമേ സ്ത്രീകൾ ഈ മേഖലയിലുള്ളൂ. അതിൽ തന്നെ പകുതി പേരും ഒരു 1-2 സിനിമകൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ 1-2 പാട്ടുകൾ മാത്രം ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്തരം ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത്? എല്ലാ രംഗത്തും സ്ത്രീകൾ ഇപ്പൊ വരുന്നുണ്ട്. ഇതും കഴിയും, എഴുതാനായിട്ട് സ്ത്രീകൾക്കും കഴിയും. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കവിത നമുക്ക് എഴുതാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു ത്രെഡ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കാഴ്ച, എന്തും ഏതും നമ്മുടെ സൗകര്യം. കവിയുടെ സ്വാതന്ത്ര്യമാണ് കവിത. നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ സിനിമാ ഗാനം എന്ന് പറയുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് എഴുതണം. മീറ്ററും മാറ്ററും രണ്ടും കറക്റ്റ് ആയിരിക്കണം. രണ്ടും കറക്റ്റ് ആയിരിക്കണം. കാരണം ഒരു ദീർഘം ഒന്ന് ഹ്രസ്വമായാൽ അവിടെ സുഖം പോയി. പണ്ട് അത്രയും കുഴപ്പമില്ല. ഞാനൊക്കെ എഴുതുമ്പോൾ ട്യൂൺ ഇല്ലാണ്ടാണ്. ഇപ്പൊ എങ്ങനെയാണ്? ആദ്യം ലിറിക്സ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ആദ്യം സംഗീതമായിരിക്കും? അല്ല, ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഈ 14 തുടങ്ങി. എൻ്റെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ മാരേജ്. അതോടെ എഴുത്തൊക്കെ നിന്നു. അത് വേറെ കഥ. പക്ഷെ അത്രയും സമയം വരെ ഞാൻ എഴുതിയിട്ടുള്ളത് മുഴുവനും എഴുതി കൊടുത്തിട്ട് ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അന്നും ഇന്നും ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ദേവരായ മാഷടുത്തൊക്കെ പോയത് പേടിച്ചു വിറച്ചിട്ടാണ് പോണത്. എല്ലാവരും പറഞ്ഞു ഭയങ്കര സാധനമാണ്, ചുരുട്ടുകൂട്ടി വലിച്ചെറിയും എന്നൊക്കെ പേടിച്ചപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ അന്ന്. ഒരുപാട് ഭയന്ന് എൻ്റെ ദയനീയാവസ്ഥ കണ്ട് ബോധം കെട്ട് വീഴുന്ന മാഷക്ക് തോന്നിക്കാണും. അതുകൊണ്ട് മാഷ് വളരെ കംഫർട്ടബിൾ. മാഷ് വെച്ച് ഇതാരെന്ന് തരുമോ, മാധുരിയമ്മ നിൽക്കേണ്ട അടുത്ത്. അപ്പൊ ഞാൻ വിറച്ചുകൊണ്ട് പറഞ്ഞു മാധുരിയമ്മ എന്ന്. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി. ആ ഒറ്റ ഒരു ഇതുകൊണ്ട് ഞാൻ വേഗം കാലൊക്കെ തൊട്ട് തൊഴുതു മാഷിന്റെ തോളത്ത് പിടിച്ചതിനകത്തേക്ക്. ആ ഒരു ബന്ധം മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഒരുപാട് വാത്സല്യം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അത്ഭുതമാണ് എല്ലാവരും എന്തുകൊണ്ടാണ് പരിക്കൻ ഇങ്ങനെ പറയുന്നതെന്ന്. അതുപോലെ 14 പാട്ടോളം ഞാനും മാഷും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അന്ന് ഒരു വാക്ക് പോലും മാറ്റേണ്ടി വന്നിട്ടില്ല. 5 പാട്ട് ആദ്യം മാഷോട് ചെയ്തെങ്കിലും 5-ലും ഒരു വേർഡ് പോലും മാറ്റേണ്ടി പോലും വന്നിട്ടില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ? എങ്ങനെയാണ്? ഒരു പക്ഷെ നമുക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കുന്ന വളരെ അപൂർവം ആൾക്കാരിൽ ഒരാളാണ് താങ്കളൊക്കെ, എഴുത്തുകാരൻ. എങ്ങനെയാണ് സാറിന്റെ ഒരു ഗാനം ചിട്ടപ്പെടുത്തുന്നതിന്റെ ഒരു ശൈലി എങ്ങനെയാണ് പൊതുവെ? ആ മാഷിന്റെ ഒരു പ്രത്യേക സ്വരത്തിലാണ് മാഷ് പാടുക. അത് ഒരു ദാസേട്ടൻ പാടി വരുമ്പോഴാണ് അതിന്റെ പൂർണ്ണ ഭംഗി വരുള്ളൂ. മാഷ് ഒരു പ്രത്യേക ടൈപ്പിലാണല്ലോ പാടുക. അപ്പൊ അങ്ങനെ അത് പാടി നോക്കൂ. അപ്പൊ അതിലൊരു കൊച്ചുകുട്ടി പാടുന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഞാനും കൊച്ചുകുട്ടിയാണെന്ന്. അത് അപ്പൊ എന്നോട് ചോദിച്ചു, അയ്യോ ഒരു കൊച്ചുകുട്ടി ഇത് മുഴുവൻ സഹിക്കണമല്ലോ എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇത്തിരി കട്ടിയായിരുന്നു അത്. പിന്നെ ഞാനത് കുറച്ച് സിമ്പിൾ ആക്കി. അത് മാത്രമാണ് ആകെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് ചെന്തി കനൽ ചിഹ്നം നക്ഷത്രം സൂര്യൻ ചെന്താമരയുടെ പ്രിയമിത്രം എന്ന് പറഞ്ഞൊരു കുട്ടി. ആ പ്രായത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. 7-ാം ഉദയത്തിന് ഓമല്ലൂർ കാവിൽ 7 കുറിചാർത്തി നിന്നവളെ നിന്റെ പവിഴാതരത്തിൽ പതിവായി തുളുമ്പും പഞ്ചാക്ഷരി മന്ത്രം പിണങ്ങിന്ന് എഴുതി. അന്ന് എനിക്ക് 14 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ എന്നോട് എന്നിട്ട് എല്ലാവരും ചോദിച്ചിരുന്നു എങ്ങനെയാ ഇങ്ങനെ ഒരു ഇത് എഴുതാൻ പറ്റിയെന്നുള്ളത്. അതിന്റെ ഒരു ഇത് സംസ്കൃതത്തിനാണ് കൊടുക്കേണ്ടത്. അന്ന് തന്നെ ഞാൻ സംസ്കൃതം. പിന്നീട് ഞാൻ കല്യാണത്തിന് ശേഷമാണ് 2 MA എടുത്തു ഞാൻ. പ്രയോജനം ഉണ്ടായില്ല, ജോലിക്കൊന്നും വിട്ടില്ല. സാമ്പാർ വെക്കുക, വീല് വെക്കുക എന്നൊക്കെ ഉള്ളതാണ് 2 MAയുടെ പ്രയോജനം. എന്നാലും നമ്മുടെ എഴുത്തിനത് എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് സംസ്കൃതത്തിന്റെ ഒരു ആദ്യം മുതൽ പഠിച്ചിരുന്നു സംസ്കൃതം ഞാൻ. അപ്പം അതങ്ങനെ ആ വായന, ഒരു പരന്ന വായന പണ്ട് മുതലേ ഉണ്ട്. ഈ 9th വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മുത്തശ്ശൻ്റെ അത് ഇരുണ്ട കാലഘട്ടം എന്നും പറയാം, അറിവിന്റെ കാലഘട്ടം എന്നും പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട്. തൊട്ടതിനൊക്കെയും അശ്രീകരം ചൊല്ലി ചിട്ട പഠിപ്പിച്ച മുത്തശ്ശിയമ്മയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്റെ പേര് ഞാൻ മറന്നുപോയി. അതുപോലെ അശ്രീകരം തന്നെ വിളിച്ചിരുന്നത്. അല്ല, അതുപോലെ വികൃതിയായിരുന്നു. പക്ഷെ അന്ന് ആ വികൃതി ഒന്നും നമുക്ക് ആ ഒരു ഇതല്ല. എനിക്ക് മാത്രമല്ല, എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും മിക്ക വീടുകളിലും അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് അറിവുള്ളതായിരുന്നു എൻ്റെ മുത്തശ്ശി. അവർ ഈ പുരാണ ഇതിഹാസങ്ങളും ഗീതയും ഒക്കെ അവിടെ നിന്നാണ് എൻ്റെ മനസ്സിലേക്ക് അതൊക്കെ കയറുന്നത്. ഇന്ന് അങ്ങനെയുള്ള മുത്തശ്ശിമാരൊന്നും ഇല്ല. ഇന്നിപ്പോ ന്യൂജൻ മുത്തശ്ശിമാരാണ് അല്ലെ. വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ആക്റ്റീവായിട്ടുള്ള മുത്തശ്ശിമാര്. മാഡത്തിലേക്ക് തിരിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചെത്താൻ എത്ര കാലം എങ്ങനെയാണ് അതിലേക്ക് എത്തിയിട്ടില്ല? കാരണം എനിക്ക് ഇത്രയും ചിട്ടയുണ്ടായിരുന്നു. സിനിമാ പാട്ട് കേൾക്കാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ ഒളിച്ചു കേട്ടിരുന്ന ഒരാള് അങ്ങനെ ഒരു പാട്ടിലേക്ക് എത്തുമ്പോ എങ്ങനെയാണത് സംഭവിച്ചത്? ആദ്യം പാടിയത് ഞാൻ ഏകനാണെന്നുള്ളതിലാണ് ആക്ച്വലി. അപ്പോൾ അന്ന് അത് മധു സാറിന്റെ പടം. അന്ന് ഞാൻ AR ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ രാധാകൃഷ്ണൻ അത് കുഴപ്പമൊന്നുമില്ല. AR ലൈറ്റ് മ്യൂസിക്കിന് വലിയ പ്രശ്നം. അത് ഒരു ലിമിറ്റഡ് ഇതാണല്ലോ, അതിനപ്പുറം പോവില്ലല്ലോ, ആഗ്രഹങ്ങളൊന്നും അങ്ങനെ പോവില്ലല്ലോ. അപ്പൊ അതിന് AR
അന്ന് ഈ ചിത്രാഞ്ജലിയൊക്കെ അന്ന് ഡെവലപ്പ് ചെയ്ത് റെക്കോർഡിംഗ് ഒക്കെ അന്ന് മദ്രാസിലാണ് കൂടുതൽ റെക്കോർഡിങ്, അന്ന് ഇവിടെ വരുന്ന കാലമായിരുന്നു. അപ്പോൾ ഓർക്കസ്ട്രയൊക്കെ ARL അവർ തന്നെയായിരുന്നു. പിന്നെ വീണ ഗോമതി ചിദംബരം, KS ഗോപാലകൃഷ്ണൻ എന്ന് പറയും, നല്ല ഫ്ലൂട്ട് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരെയൊക്കെ കുട്ടിയാണ് ചെയ്തത്. അപ്പോൾ KS ഗോപാലകൃഷ്ണൻ എൻ്റെ അയൽവാസിയാണ്. അപ്പോൾ എന്തോ നമ്മുടെ ഒരു ഫാമിലി, അത് കാരണം അച്ഛൻ അതിന് കുഴപ്പമില്ല, അങ്ങനെ പോകാൻ സമ്മതിച്ചു. പക്ഷേ അന്നൊക്കെ റെക്കോർഡിങ് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. വെച്ചാൽ ഇന്ന് പ്രത്യേകമാതിരി ട്രാക്കിൽ അങ്ങനെ പാടുന്നില്ല, ഒരുമിച്ച് കുറേ നേരം ഇരുന്ന് റിഹേഴ്സൽ ചെയ്ത് പിന്നെ പാടി, പിന്നെ വോയിസ് മാത്രം പിന്നെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആദ്യം അന്ന് തന്നെ വൈകുന്നേരം ആണെന്തോ ഉച്ചയ്ക്കോ അങ്ങാണ്ടുമാണ് നമ്മൾ ചിത്രാഞ്ജലിയിൽ എല്ലാവരും പോയി പാട്ടൊക്കെ പഠിച്ച്. അന്ന് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ജെറി സാറായിരുന്നു. അത് കഴിഞ്ഞ് പാട്ടൊക്കെ പഠിച്ച് എല്ലാം റെക്കോർഡ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ രാത്രി ഒരു 2 മണിയോളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പാടിയപ്പോൾ അത്രയും ലേറ്റായി. അപ്പോൾ കുറേ റിഹേഴ്സലിനൊക്കെ പാടി, പിന്നെ ഇത്രയും ലേറ്റായി കഴിഞ്ഞിട്ട് രാജശേട്ടൻ പറഞ്ഞു ഒരു ദിവസം വന്ന് വോയിസ് ഫ്രഷ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഇതിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. എനിക്ക് പറ്റാത്ത ഒരു ഇതായത് കാരണം എൻ്റെ ഒരു മെമ്മറി അത് ഭയങ്കരമായിട്ട് ഷട്ടായത് മാതിരി എപ്പോഴും എനിക്ക് തോന്നുന്നത്. അപ്പോൾ വോയിസ് ഒന്നുകൂടെ കോമ്പറ്റീഷൻ കാലത്തിലെ പോലത്തെ ടെൻഷൻ ഇല്ല, അത് റെക്കോർഡിംഗ് കുറേ കഴിയുമ്പോൾ അങ്ങ് മാറും. പെട്ടെന്ന് അങ്ങ് കയറുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ അതല്ല. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താണെന്നറിയാമോ, വലിയൊരു കുഴപ്പമായി കോമ്പറ്റീഷന്. അറിയാം, മോൾക്കൊക്കെ അറിയായിരിക്കും. അല്ല, ഒരിക്കൽ പ്രൈസ് വാങ്ങിച്ചു കഴിഞ്ഞാലേ റെസ്പോൺസ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പോലും പ്രൈസ് കിട്ടിയാൽ എന്താ, കിട്ടിയില്ലെങ്കിൽ എന്താ, ഇത്തവണ കിട്ടിയില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടൂ, ഇത്തവണ എന്ത് പറ്റി, നമ്മളെന്തോ ഭയങ്കര കുറ്റം ചെയ്ത മാതിരിയായി പോകും കോമ്പറ്റീഷൻ. അത് കാരണം എനിക്ക് അത് നമുക്ക് ഇപ്പോഴാണ് അത് ചകഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ അറിയുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ എന്തായി ഉടനെ അങ്ങനെ ചിന്ത പോവുള്ളൂ. അവിടെ ശരിയായില്ലെങ്കിൽ ഇവിടെ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നല്ല 3-4 പേര് പാടാനും കൂടെ പിന്നെ നോക്കുക വേണ്ട നമ്മുടെ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയും നീ പോയി, ഞാൻ എൻ്റെ മോൻ ഇവരൊക്കെ റിയാലിറ്റി ഷോയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയും നിങ്ങൾ പോവുക, നിങ്ങളുടെ ബെസ്റ്റ് പ്രസൻറ്റ് ചെയ്യുക, അതിനകത്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. ഇവർക്കൊന്നും ആ ചിന്തയേ ഇല്ല. ഞാൻ പറഞ്ഞുകൊണ്ടെന്നല്ല, എനിക്കൊന്ന് ജനറേഷൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. നമ്മൾ പോവുക, പ്രസൻറ്റ് ചെയ്യുക, ഒരുപാട് നമുക്ക് നല്ല കമൻസ് കിട്ടും, നമുക്ക് പിന്നെ പരാജയവും ജയവും എല്ലാം കൂടെ നമുക്ക് അത് താങ്ങാനുള്ള ഒരു ഇത് കിട്ടും. ഒരുപാട് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അന്ന് അങ്ങനെയൊന്നുമില്ല, ഈ ഒരു ഫോക്കസ് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ പേടി. പോട്ടെ. അപ്പോൾ ഇതിനിങ്ങനെ ലേറ്റ് ആയത് കാരണം പിന്നെ അത് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചിത്ര പാടി. പിന്നെ ഞാൻ പാടിയത് നവംബറിൻ്റെ നഷ്ടം, പിന്നെ ഭീം തരികട, അത് കഴിഞ്ഞിട്ട് പ്രിയദർശന്. പിന്നെയാണ് ഇത് പാടിയത്. ഇത് പാടുമ്പോഴത്തേക്കും ഒരു ക്ലാസിക്കൽ സോങ്ങാണ്. അപ്പോൾ പാട്ടിന് പത്മേച്ചിയും ചേട്ടനും കൂടെ വന്ന് വിളിച്ചത്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയാമോ, എങ്ങനെയെങ്കിലും പാടി തീർന്ന് വീട്ടിലെത്തണേ. ഉച്ചയ്ക്ക് അമ്മയും കൂടെ വന്നിരുന്നു, അച്ഛൻ വന്നില്ല. അച്ഛന് വലിയ ഇതൊന്നുമില്ല. പിന്നെ അപ്പോൾ എനിക്ക് ഫുൾ മനസ്സോടെ ഒന്നുമല്ല ഞാൻ പോയത്, എങ്ങനെയെങ്കിലും പാടി ലേറ്റ് ആവാണ്ട് വരണേന്ന് വെച്ച്. അപ്പോൾ ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. പിന്നെ എനിക്ക് വോയിസ് റേഞ്ചും ഒക്കെ ഉള്ളത് കാരണം ലൈറ്റ് മ്യൂസിക് അന്ന് പാടി ഒക്കെ അങ്ങനെ എന്തോ ഒരുമിച്ചെടുത്തു. പിന്നെ വേഗം എൻ്റെ മാത്രം മിക്സ് ചെയ്തു. അപ്പോൾ അന്ന് ഒരു ക്ലാസിക്കൽ സോങ് ഇത്രയും ഇതാവുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് ആ ഫിലിം ഫീൽഡിൽ എനിക്ക് ഹോപ്പൊന്നുമില്ലല്ലോ, എന്തോ പാടി വന്നു, ഇത്ര തന്നെ. നേരത്തെയൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിലിം ഒക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് തിയേറ്ററിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കേ എനിക്ക് ഫുൾ ആസ്വദിക്കാൻ പോലും പറ്റിയില്ല. ആക്ച്വലി എന്തോന്നോ ഒരു വല്ലാത്ത ഒരു പകപ്പായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ നല്ല പാട്ടാണല്ലോ, കൊള്ളാം, നല്ല ഇതായിട്ട് ഇപ്പോൾ ഇനിയും ഒക്കെ പാടാൻ ഇതൊക്കെ ചാൻസൊക്കെ വരും. പക്ഷേ എനിക്കത് ടാബുവാണ്. അത് കാരണം ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് താനെ അങ്ങനത്തെ ഒരു മനസ്സിലങ്ങനെ ഒരു ഇത് പിന്നെയാണ് ഈ പാട്ട് ഇത്ര ഹിറ്റായിട്ട് വന്നപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോങ് ഹിറ്റായിട്ട് വരുന്നത് കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അതിനകത്ത് വരുന്ന എന്നെ ഞാനാക്കും ഗാനം, സത്യം എന്നെ ഞാനാക്കിയ എനിക്ക് ഭയങ്കര ഒരു ഐഡൻറ്റിറ്റി തന്ന ഒരു ഗാനമാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഫിലിം സ്വാതി തിരുനാളിലൊക്കെ അന്ന് കല്യാണത്തിന് മുമ്പാണ് പാടിയത്. അപ്പോൾ അന്ന് അതിൻ്റെ നല്ല രസമാണ്. MBS ഈ സ്വാതി തിരുനാൾ എടുക്കുന്നതിന് മുമ്പ് മുഴുവൻ കീർത്തനങ്ങളാണ്, അദ്ദേഹത്തിന് ഓർക്കസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്ന് അദ്ദേഹം സ്റ്റേ ചെയ്തിട്ട് നെയ്യാറ്റിൻകര വാസവൻ സാറിനോട് ചോദിച്ചു, ഇവിടെ രണ്ടും പാടുന്ന ആരെങ്കിലും ഉണ്ടോ, നല്ല റേഞ്ചുള്ള വോയിസുള്ള ഇതിനാണ്. അപ്പോൾ വാസുദേവൻ സാറ് എൻ്റെ വീട്ടിൽ പഴയ ഒരു റെക്കോർഡുണ്ട്, അത് കൊണ്ടുവന്ന് ഒരു ക്ലാസിക്കലും ഒരു ലൈറ്റും ഭജനും എന്തോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി. കേട്ട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും ഞാനും കൂടെ മദ്രാസിൽ പോയി. നന്നായിട്ട് ആ റെക്കോർഡിങ് പോയി. എന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് കൺസോളിന് സുമസായിക എന്ന് പറഞ്ഞ പദം കേട്ടിട്ട് പറഞ്ഞു, ഈ കേരളത്തിൽ നിന്ന് യേശുവിന് ശേഷം
ആദ്യമുള്ള ഒരു നല്ലൊരു ശബ്ദം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് വളരെ പതിഞ്ഞ കാലത്തിലാണ് പാടുന്നത്. ശരിക്കും ക്ലാസിക്കൽ നമ്മൾ നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ആ ടൈം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ സ്ലോ ടൈം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പദം അറിയാലോ, പദം വളരെ സ്ലോയിൽ പാടേണ്ടതാണ്. അപ്പോൾ അത് പാടി. എന്നിട്ട് പ്രത്യേകിച്ച് എൻ്റെ അച്ഛനമ്മയോട് MBA സാറ് പറഞ്ഞു, നല്ല ടാലൻ്റ് ഉള്ള കുട്ടികൾ നമുക്ക് എന്താണ് സൊസൈറ്റിക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടവരാണ്. എന്നോട് പറഞ്ഞു കല്യാണം കഴിക്കാൻ ആരെങ്കിലും വന്നാൽ ആണുങ്ങൾ പെൺപിള്ളേർ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് പോകുന്ന കാലമാണല്ലോ. അതേമാതിരി ചോദിക്കണം, എൻ്റെ പാട്ടിനെ എൻകറേജ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ കേസ് വേണ്ടാന്ന് ധൈര്യമായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കൊന്നും അങ്ങനെ അതിനുള്ള വോയിസ് ഒന്നുമില്ല. പക്ഷെ എന്തായാലും പത്മേച്ചി എന്നെ ശപിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ ശപിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, അരുന്ധതി സിനിമയിലേ പാടിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരാളായിരിക്കണം കല്യാണം കഴിക്കണം. പക്ഷെ എന്തായാലും ആ ശാപം നന്നായി. എൻ്റെ ഹസ്ബൻഡ് പാട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും 31 ഡേയ്സും ഇതിനു വേണ്ടി ഇരുന്നാലും പുള്ളിക്ക് അതിലപ്പുറം സന്തോഷം വേറെ ഒന്നുമില്ല. എന്തായാലും ആ ശാപം നല്ല രീതിയിൽ വന്നുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു പിന്നെ കൂടുതൽ എപ്പോഴും ഞാൻ പത്മേച്ചിയുടെ ശാപത്തിനെ പറ്റി പറയും. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ 2 പേരും കുട്ടികൾക്ക് എന്ത് സപ്പോർട്ടും, അതുകൊണ്ടാണ് അവൾക്ക് ഈ ഏജിൽ പുറമേയൊക്കെ, അച്ഛൻ പ്രത്യേകിച്ചും. ഞാനാണെങ്കിൽ പോലും എനിക്ക് ചെറിയൊരു പേടി ഉണ്ടാവും, അയ്യോ തനിച്ച് പുറമേയൊക്കെ പോകാൻ. പിന്നെ അവളും ചെറുതിലേ 2 പേരെയും വളരെ മെച്ചുവേർഡായിട്ടും ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും, അതെൻ്റെ ഹസ്ബൻഡ് ചെറുതിലേ അത് വളരെ മനഃപൂർവ്വം അങ്ങനെ തന്നെ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് കാരണം അവർക്കും എവിടെ പോയാലും നല്ല കോൺഫിഡൻസ് ആണ്. അത് കാരണം നമുക്ക് പ്രശ്നമില്ല. കുട്ടികളൊന്ന് പതറിയാൽ നമുക്കൊരു ടെൻഷൻ. എവിടെ പോകാനും എന്ത് മാനേജ് ചെയ്യാനും അതിനുള്ള എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കും പിന്നെ എക്സ്പീരിയൻസ് കാരണം നല്ല കോൺഫിഡൻസ് ആണ്. ഇങ്ങനെയാണ് ഞാൻ ഈ ഫിലിം പാടി വന്നതെന്ന് പറയുന്നത്. ചാരു ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത ശാഖ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഒരു പക്ഷേ ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതം തന്നെയാണ്. ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാട്ടിക് ആണെങ്കിലും രണ്ടും പഠിക്കുന്നുണ്ട്. അമൃതിത ബാനർജി എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി അഭ്യസിക്കുന്നുണ്ട്. അമ്മയുടെ അടുത്ത് തന്നെയാണ് ശാസ്ത്രീയ സംഗീതം. അമ്മ എങ്ങനെയാ ടീച്ചറായിട്ട്? ഞാൻ ഇരുന്ന് കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ സെഷൻസ് എല്ലാം പാതിരാത്രി അടുക്കളയില് എല്ലാം മറ്റേ നോംസ് ഒക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അല്ലാതെയും പഠിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ അമ്മ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിരിക്കാറുണ്ട്. 2 ദിവസം വന്നേക്കണം, എന്നെ വിളിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. ഞാനൊന്നും പറയാറില്ല, അവള് ഭയങ്കര തിരക്കില്ല. അപ്പൊ ഞാനൊന്നും പറയാറില്ല, വരുമ്പോ വരട്ടെ എന്ന് വിചാരിക്കും. ഇരുന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ പാട്ടിനെ കുറിച്ചോ സംശയങ്ങളോ രാഗത്തിനെ കുറിച്ചോ ഒക്കെ ചുമ്മാ പാടുമ്പോൾ തന്നെ അമ്മ അത് കറക്റ്റ് ചെയ്യും. അവൾക്ക് സെൻസ് ഉണ്ട്, അതെനിക്ക് നല്ലവണ്ണം അറിയാം. ആ കറക്റ്റ് സെൻസ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ എന്താ ഡൂസ് ആൻഡ് ഡോൺസ് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പഠിച്ചു വരുമ്പോഴും ട്രാക്ക് പോവില്ല എന്നൊരു ഇതുണ്ട്. ഇഷ്ടമുള്ള ശാഖ, കാരണം അതാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബേസിക് തന്നിട്ടുള്ളത്. 2 പേര് പാടാമോ? ഗണനാഥനെ ഗുണബോധനെ ഗണനാഥനെ ഗുണബോധനെ ഗണനാഥനെ ഗുണബോധനെ ഗണനാഥനെ ഗുണബോധനെ ഗജമാമുഖാം ഗതിനീയയ്യാ ഗണനാഥനെ ഗുണബോധനെ ഗജമാമുഖ ഗതിനീയയ്യാ ഗണനാഥനെ ഗുണബോധനെ